ഹരേ കൃഷ്ണ. സർവം കൃഷ്ണ അർപ്പണമസ്തു. എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീകൃഷ്ണലീല എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം. ഗുരുവായൂരപ്പൻ്റെ ലീലകൾ പറയാൻ തുടങ്ങിയാൽ അവസാനമില്ലാതെ അങ്ങോട്ട് നീണ്ടു പോകുന്നതാണ്. തൻ്റെ ഭക്തരെ പരീക്ഷിക്കുവാനും കളിപ്പിക്കുവാനും ഒക്കെ ഭഗവാൻ ഇപ്പോഴും മറക്കാറില്ല എന്നാണ് സാരം. ഭഗവാന്റെ ഭക്തരാവുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. എങ്കിലും അതിന് ധാരാളം കടമ്പകൾ നമ്മൾ കടക്കേണ്ടതുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഭഗവാന്റെ പ്രിയ ഭക്തരിൽ ഒരാളായി കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വരാറില്ല എന്നതാണ് സത്യം. എന്നും എപ്പോഴും നമ്മെ ചേർത്ത് നിർത്തി എല്ലാ കാര്യങ്ങളിലും ഒരു വഴികാട്ടിയായി നമ്മെ സംരക്ഷിക്കുന്ന ജഗത് പ്രഭുവിനെ കോടി കോടി പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുകയാണ്. ഭഗവാന്റെ തിരുരൂപം കാണുമ്പോഴൊക്കെ നമ്മുടെ ശ്രദ്ധയിലേക്ക് വന്നിട്ടുള്ള ഒന്നാണ് ഭഗവാന്റെ പട്ടുകോണകം അല്ലേ. വേറെ എത്രയൊക്കെ കളറുകൾ ഉണ്ടായിട്ടും അല്ലെങ്കിൽ ഭഗവാന്റെ പ്രിയ നിറം മഞ്ഞയായിട്ടും ശ്രീ ഗുരുവായൂരപ്പൻ്റെ പട്ടുകോണത്തിൻ്റെ നിറം മാത്രം എങ്ങനെ ചുവപ്പായത്? അല്ലെങ്കിൽ ഭഗവാൻ എന്താണ് പട്ടുകോണകം, ചുവപ്പ് പട്ടുകോണകം ധരിക്കാനുള്ള കാരണം എന്ത് എന്നതാണ് നമ്മുടെ ഈ ഒരു കഥയിലൂടെ നമുക്ക് കേട്ട് നോക്കാവുന്നത്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം ഭഗവാന്റെ പ്രിയപ്പെട്ട കുറൂരമ്മ ക്ഷേത്രത്തിലേക്ക് വന്നു. ഭഗവാനെ കാണാനായിട്ട് ദിവസവും കുറൂരമ്മ ഭഗവാനെ ദർശിക്കാനായി ഗുരുവായൂർ അമ്പലത്തിൽ എത്തിച്ചേരാറുണ്ട്. അതുപോലെ തന്നെ ഒരു ദിവസം വന്നു. കുറൂരമ്മയും ഭഗവാനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഞാൻ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അപ്പോൾ ഉണ്ണിക്കണ്ണനെ ആണെങ്കിൽ കൺകുളിർത്തി കണ്ടിട്ട് തൊഴുതു മടങ്ങാനായി നിൽക്കുമ്പോഴുള്ള അതാ അതിഭയങ്കരമായിട്ടുള്ള, ഒരു ദിവസവും ഇല്ലാത്ത അത്രയും ഭയങ്കരമായിട്ടുള്ളൊരു മഴ ഇങ്ങനെ പെയ്യാണ്. നമ്മുടെ കുറൂരമ്മയുടെ കയ്യിലാണെങ്കിലോ കുടയൊന്നും കയ്യിലില്ല. അമ്മ കുടയൊന്നും എടുക്കാതെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി എങ്ങനെ ഞാൻ ഇല്ലത്തേക്ക് പോവും എന്ന് ആലോചിച്ചുകൊണ്ട് നന്നിങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് നമ്മുടെ കുറൂരമ്മ. ഈ കഠിനമായ മഴയിൽ എങ്ങനെയാണ് ഇല്ലത്തേക്ക് മടങ്ങുക? അങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് ഒരു ചെറിയ ബാലൻ കുറൂരമ്മയുടെ അടുത്തേക്ക് ഓടി വന്നു. എവിടെ നിന്നാണോ എന്നറിയില്ല, ഒരു ചെറിയ കുട്ടി, ഒരു ബാലൻ, ഒരു ആൺകുട്ടി കുറൂരമ്മയുടെ അടുത്തേക്ക് ഇങ്ങനെ ഓടിയേണ്ടി വന്നു. എന്തിനാ അമ്മ ഇവിടെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുന്നത്? എന്താ നമ്മുടെ മുഖത്തൊരു വിഷമമുണ്ടല്ലോ, എന്താണ് നമ്മുടെ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഈ പെരുമഴയിൽ ഞാൻ എങ്ങനെ എൻ്റെ ഇല്ലത്തേക്ക് പോവാന്ന് കരുതി നിൽക്കുകയാണ്. കയ്യിലാണെങ്കിൽ എൻ്റെ കയ്യിൽ കുടയൊന്നും ഇല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് വേണം എനിക്ക് ഭഗവാനെ, എൻ്റെ ഉണ്ണിക്കണ്ണനെ നേദിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ജോലികളുണ്ട്. അപ്പോൾ എങ്ങനെ ഞാൻ കുടയൊന്നും ഇല്ലാതെ പോവാൻ നിൽക്കുകയെന്ന് ആലോചിച്ചിട്ട് മഴയാണെങ്കിൽ തോരുന്നതും കാണുന്നില്ല. അപ്പോൾ എങ്ങനെ ഞാൻ പോവാന്ന് വിചാരിച്ച് നിൽക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടി പറഞ്ഞു, അത് സാരമില്ല, ഞാൻ അമ്മേനെ ഇല്ലത്ത് എത്തിച്ചു തരാം എന്ന് പറഞ്ഞു ബാലൻ. അയ്യോ, അപ്പോൾ നമ്മുടെ കുറൂരമ്മ ബാലനോട് പറഞ്ഞു, അയ്യോ ഇത്രയും ചെറിയ കുട്ടിയായി നീയാണോ എന്നെ എൻ്റെ ഇല്ലത്തേക്ക് കൊണ്ടാക്കുന്നത്? അത് വേണ്ട, ഞാൻ മഴ തോരൂ എന്നുള്ളത് നോക്കട്ടെ, അതിന് ശേഷം ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടി പറഞ്ഞു, അല്ലേ അമ്മ പേടിക്കൊന്നും വേണ്ട, ഞാൻ അമ്മയെ ഇല്ലത്ത് തന്നെ കൊണ്ടാക്കാം, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ ആ ഭാഗമൊക്കെ നന്നായിട്ട് അറിയണ ആളാണ്, എൻ്റെ കൂടെ തന്നെ പോന്നോളൂ, അമ്മയുടെ ഇല്ലത്തേക്കൊക്കെ ഞാൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ കുറൂരമ്മ കുട്ടിയുടെ കൂടെ പോകാൻ തുടങ്ങി. കുറൂരമ്മയ്ക്കാണെങ്കിൽ ഇല്ലത്ത് ചെന്നിട്ട് നമ്മുടെ ഉണ്ണിക്കണ്ണനെ നേദ്യം തയ്യാറാക്കണം, ഉണ്ണിക്കണ്ണനെ കൊഞ്ചിക്കണം, അങ്ങനെ ഒരുപാട് ഉണ്ണിക്കണ്ണനുമായി ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാലോ, സമയം പോവില്ലല്ലോ, അതൊക്കെ ഭഗവാനെ ചെയ്യാലോ എന്നുള്ള ഓർത്തിട്ട് അമ്മ വളരെ സന്തോഷപൂർവ്വം കുഞ്ഞു ഉണ്ണിയുടെ കൂടെ ഓലക്കുടയിൽ ഇല്ലത്തേക്ക് അങ്ങോട്ട് യാത്രയായി. അവരാണെങ്കിലോ ഇല്ല എത്തുന്നത് വരെ ഓരോ കഥകൾ ഉണ്ണി അങ്ങോട്ടും പറയും, അതുപോലെ തന്നെ കുറൂരമ്മ ഉണ്ണിക്കണ്ണനുമായിട്ടുള്ള ഓരോ അനുഭവങ്ങൾ ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ അതിഗംഭീരമായ മഴയിൽ നനഞ്ഞു കുളിർച്ചിട്ട് അവരില്ലത്തെത്തി. രണ്ടുപേരും നല്ല രീതിയിൽ നനഞ്ഞു കുളിച്ചിട്ടുണ്ടായിരുന്നു. ചെന്ന ഉടനെ തന്നെ കുറൂരമ്മ തൻ്റെ അത്യാവശ്യ സമയത്ത് തന്നെ സഹായത്തിനെത്തിയ ആ ബാലനെ തുണി മാറുന്നതിനായി അവിടെയൊക്കെ തപ്പി നോക്കി. ഇല്ലത്താണെങ്കിൽ കുട്ടികളൊന്നുമില്ല, ഈ പ്രായത്തിലുള്ള കുട്ടികളൊന്നും അവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഡ്രസ്സുകൾ, അതായത് വസ്ത്രങ്ങളൊന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. കുറൂരമ്മയ്ക്കാണെങ്കിൽ മനസ്സിന് വല്ലാത്തൊരു വിഷമം തോന്നി. എന്താ അപ്പം ഞാൻ ഈ കുട്ടിക്ക് കൊടുക്കാനുള്ള വസ്ത്രത്തിന് ചെയ്യാമെന്നിങ്ങനെ ആലോചിച്ച് നോക്കി. അവിടെയും ഇവിടെയൊക്കെ ഓടി തെരഞ്ഞു നോക്കുന്നതിനിടയിൽ പുറത്തെ അഴയിൽ നല്ല രീതിയിൽ കഴുകി ഉണക്കിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു ചുവപ്പ് തുണിയുടെ ഒരു കഷ്ണം അമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടു. നല്ലത് തന്നെയാണ്, വൃത്തിഹീനമായിട്ടുള്ള തുണിയൊന്നുമല്ല, നല്ല കഴുകി ഉണക്കി വൃത്തിയായിട്ടുള്ള ഒരു ചുവപ്പ് തുണി അമ്മയുടെ ശ്രദ്ധയിൽപ്പെടുകയാണ്. അമ്മയ്ക്കാണെങ്കിലോ അതെങ്കിലും കിട്ടിയല്ലോ ഈ കുട്ടിക്ക് കൊടുക്കാനേ എന്നുള്ള സന്തോഷത്തിൽ അമ്മ അതിൽ നിന്ന് ഒരു കഷ്ണം അങ്ങോട്ട്
മുറിച്ചെടുത്തു. എന്നിട്ട് ആ ബാലനെ തൻ്റെ മടിയിലിരുത്തി കൊഞ്ചിച്ചുകൊണ്ട് ദേഹത്ത് ആകെ മഴ നനഞ്ഞിട്ടാണല്ലോ വന്നിരിക്കുന്നത്. അപ്പോൾ അവൻ്റെ ദേഹത്തെ വെള്ളം എല്ലാം തോർത്തി കൊടുത്ത് തലയിലും തലമുടിയൊക്കെ നല്ല രീതിയിൽ തുവർത്തി, എന്നിട്ട് ആ ചുവപ്പ് കഷ്ണത്തിൽ നിന്നും കീറിയെടുത്ത ഒരു ചെറിയ കഷ്ണം കൊണ്ട് ആ ബാലനെ കോണകമായി ഉടുപ്പിച്ചു കൊടുത്തു. പണ്ടൊക്കെ അങ്ങനെയാണ്, ചെറിയ കുട്ടികളൊക്കെ കോണകങ്ങൾ ഉടുത്തിരുന്നൊരു കാലമൊക്കെ പഴയ കാലത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ആ കുട്ടീനെ മടിയിലിരുത്തി തുവർത്തിയൊക്കെ കൊടുത്തിട്ട് ഈ ഒരു ചെറിയ കഷ്ണം തുണിയിൽ നിന്ന് കോണകമായിട്ട് ഉടുപ്പിച്ചു കൊടുത്തു. അങ്ങനെ വൈകുന്നേരം വരെ കളിച്ചും കഥ പറഞ്ഞും ഒക്കെ അവരങ്ങനെ അങ്ങോട്ട് കഴിച്ചു കൂട്ടി. നമ്മുടെ കുറൂരമ്മയ്ക്കാണെങ്കിലോ കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. മഴയാണെങ്കിൽ നന്നായിട്ട് അങ്ങോട്ട് തോർന്നു. ബാലനെ ഗുരുവായൂരിലേക്ക് പറഞ്ഞു വിടാൻ നേരത്ത്, ഇനി നാളെ ഉണ്ണിക്കണ്ണൻ്റെ അവിടെ നിന്ന് നമുക്ക് കാണാം കേട്ടോ, അവിടെ വെച്ചിട്ട് നമുക്കിനി വീണ്ടും കാണാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ കുട്ടി അവിടെ നിന്ന് പോയി. അങ്ങനെ പിറ്റേ ദിവസം കുറൂരമ്മ എന്നത്തെയും പോലെ ക്ഷേത്രത്തിൽ വന്നു. പക്ഷെ അവിടെ ആകെ അമ്പരപ്പും തിരച്ചിലും സംസാരമൊക്കെയാണ്. മേൽശാന്തി ആണെങ്കിൽ നല്ല വിഷമത്തിൽ നിൽക്കുന്നുണ്ട്. കാര്യം മനസ്സിലാവാതെ നമ്മുടെ കുറൂരമ്മ അവിടെയുള്ളവരോടൊക്കെ കാര്യം അന്വേഷിച്ചു. അപ്പോൾ പറഞ്ഞു, തലേ ദിവസം അലങ്കാര പൂജയുടെ സമയത്ത് നല്ല ഭംഗിയായിട്ട് പട്ടുകോണകം ഉടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ അത് നോക്കുമ്പോൾ ഭഗവാൻ നല്ല ചുവന്ന നിറമുള്ള പട്ടുകോണകം എടുത്തുകൊണ്ടാണ് നിൽക്കുന്നത്. ഭഗവാന്റെ നിൽപ്പ് അങ്ങനെയാണ്. അത് കാണാൻ വേണ്ടി ഭക്തജനങ്ങൾ എല്ലാവരും ഭയങ്കര തിക്കും തിരക്കും ലഹളയൊക്കെയായി. അങ്ങനെ കുറൂരമ്മയും ഈ കാര്യം അറിഞ്ഞു. അപ്പം തന്നെ അമ്മയ്ക്ക് കാര്യം പിടികിട്ടി. എൻ്റെ പൊന്നുണ്ണിക്കണ്ണ, അങ്ങ് എന്നെ പറ്റിച്ച് കളഞ്ഞൂലേ, എൻ്റെ കൂടെ ഇന്നലെ നീ വന്നത് നീയായിരുന്നു അല്ലേ, എന്നെ പറ്റിച്ചു അല്ലേ എന്നൊക്കെ അമ്മ അങ്ങനെ പറയാണ്. അങ്ങയുടെ കടാക്ഷങ്ങളും കരുതലും സ്നേഹവും ഒക്കെ പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണെന്ന് പറഞ്ഞുകൊണ്ട് കൈ കൂപ്പി ഭഗവാന്റെ നടക്കിൽ നിന്ന് ഭഗവാനെ നിറ കണ്ണുകളോടെ നിറഞ്ഞ മനസ്സുമായിട്ട് നമ്മുടെ കുറൂരമ്മ അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. മഴ കാരണം ധർമ്മസങ്കടത്തിലായ എൻ്റെ മുന്നിൽ വന്നുകൊണ്ട് സഹായിച്ച അങ്ങേക്ക് എൻ്റെ അല്ലെങ്കിൽ അടിയൻ്റെ കോടി പ്രണാമം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭഗവാനെ വണങ്ങി നിന്നത്. പിന്നീട് ഇല്ലത്തേക്ക് മടങ്ങി. ഇതിൻ്റെ ശേഷമാണത്രേ ഗുരുവായൂർ അമ്പലത്തിലെ ഭഗവാനെ പട്ടുകോണകം മുടിപ്പിക്കാനായിട്ട് തുടങ്ങിയിട്ടുള്ളത്. ഈ ആചാരം പതിറ്റാണ്ടുകളും വർഷങ്ങളും കഴിഞ്ഞു പോയെങ്കിലും ഇന്നും വളരെ ഭംഗിയായിട്ട് ഇത് തന്നെയാണ് നടന്ന് അവിടെ വരുന്നത്. കുറൂരമ്മയോട് ഭഗവാനുള്ള കാരുണ്യവും സ്നേഹവും കരുതലും വാത്സല്യമൊക്കെ ആണ് ഈ ഭക്തവത്സലനായ ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പനുള്ളത്. അങ്ങനെയുള്ള സ്നേഹനിധിയായിട്ടുള്ള വെളിപ്പുറത്തുള്ള ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സകലതും സമർപ്പിച്ചുകൊണ്ടും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളിലും അവിടുത്തെ കൃപാകടാക്ഷം ചൊരിഞ്ഞ് അനുഗ്രഹിക്കണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു ചെറിയ അധ്യായം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏവർക്കും ഭഗവാൻ പട്ടുകോണകം ചുറ്റി നിൽക്കുന്ന ഭഗവാന്റെ ഐതിഹ്യ കഥ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഹരേ കൃഷ്ണ, ശ്രീ രാധേ രാധേ.